ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്ലിപ്കാർട്ട് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 1 വീക്ക് മുമ്പേ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അതിന്ന് നമുക്ക് ഇന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പം നമ്മൾ പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വൈകുന്നേരമാണ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തില്ല. വൈകുന്നേരം ഇക്കാക്കൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. അൺബോക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഈ ഒരു സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പേപ്പർ നോക്കി. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷേ അത് ജസ്റ്റ് ഒരു പേപ്പർ മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഇത് ഓർഡർ ചെയ്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് ഷെൽഫ്സാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒരു 5 ലെയറിൻ്റെ ബുക്ക് ഷെൽഫാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂഷനായി, ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ നമ്മൾ പല മോഡലിൽ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും സെറ്റ് ആവണുണ്ടായില്ല. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും കണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ നമ്മൾ കണ്ണിൽപ്പെട്ട്, അപ്പം നമ്മൾ വിചാരിച്ചു അതൊന്ന് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഫ്രെയിം വെറുതെ സെറ്റ് ചെയ്ത് നോക്കി, പക്ഷേ അതങ്ങനെയല്ല. അപ്പം അതിൻ്റെ ഉള്ളിലൊരു പേപ്പർ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് രണ്ടാമത് അത് നമ്മൾ അഴിച്ചിട്ട് അത് വെച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ആ പ്രൈമറിയിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് മെറ്റൽ പീസാണ്. പിന്നെ അതിൻ്റെ ഇതിൽ കൊടുത്തേക്കണത് കാർബൺ സ്റ്റീലാണ് അത് കൊടുത്തേക്കണത്. പിന്നെ ആ സ്റ്റിക്ക് പോലത്തേന് PVCയുടെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് പൈസ പോയി, ഓർഡർ ചെയ്ത് തന്നെ പൈസ പോയി എന്നാണ് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഇത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞൊക്കെ നോക്കിയിട്ടാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല പക്ക സൂപ്പറായിട്ടുള്ള സാധനമായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യത്തെ ഒരെണ്ണം ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നത്തത് ഒക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ വേഗം തന്നെ ബേസൊക്കെ ആദ്യം വേഗം സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഒരു കൺഫ്യൂഷൻ വന്നത് നമ്മളിത് എങ്ങനെയാണ് ഇതിന് ലെയറായിട്ട് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത് 5 ലെയറിലാണ് ഈ ഷെൽഫ്സ് വരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു സ്റ്റിക്കുകൾ കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഇതിൻ്റെ സൈഡ് കവർ ഉണ്ടായിരുന്നു. സൈഡിൽ ഫ്രണ്ടൊക്കെ ഓപ്പൺ ആണെങ്കിലും ഫ്രണ്ടും ബാക്കും ഓപ്പൺ ആയിട്ടാണ്, സൈഡ് ക്ലോസ് ആയിട്ടുള്ളൊരു അങ്ങനെയാണ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സൈഡും അങ്ങനെ തന്നെയാണ് ഇതേപോലെ സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ബേസിൽ ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ ഈ സ്റ്റിക്കുകൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ പേരിൽ അടുത്തത് വെച്ച് കൊടുക്കുക. അങ്ങനെ ആദ്യം ചെയ്ത് വെച്ച 5 ലെയർ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്ത് വന്നപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതുപോലെയാണ് ഒരു ലെയർ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മീതെ അടുത്ത ലെയർ, അങ്ങനെ 5 ലെയർ. അപ്പോൾ ആദ്യം ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും പിന്നെ അത് ചെയ്തു വന്നപ്പോൾ സംഭവം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 522 രൂപയായിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ്. ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഇതിൽ മാക്സിമം ലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 കിലോഗ്രാമാണ്. നമുക്ക് 50 കിലോഗ്രാം വരെ നമുക്ക് ബുക്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. അതിൻ്റെ കളർ വന്നിട്ട് നമുക്ക് ബ്ലാക്കാണ് നമുക്ക് കിട്ടിയേക്കണത്. പിന്നെ ഇതിന് വാറൻറ്റി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് ഇങ്ങനെയാണ്, വ്യൂ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ സെറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.